ഇങ്ങോട്ടിരിക്കെ. അശ്വ ചേച്ചി, അമ്മായി, ഇവർക്ക് എവിടെ പോയി കിടക്കുന്നു? കുടിക്കാൻ എന്തെങ്കിലും വേണ്ട രമേശ് ചേട്ടാ? വേണ്ട, അതിന് പറ്റിയ ശാരീരികാവസ്ഥയിലല്ല ഞാൻ. അയ്യോ, എന്ത് പറ്റി രമേശ് ചേട്ടാ? എന്ത് പറ്റിടാ? എവിടെയെങ്കിലും ചെന്ന് നീ വീണോ? വീണതൊന്നുമല്ല, നേതാവിനെ അണികള് ശരിക്കൊന്ന് ആദരിച്ചതാ. ആരോ തല്ലിയതാണെന്നാ കുമാരേട്ടൻ പറഞ്ഞത്. അയ്യോ, തല്ലിയെന്നോ? എന്തിന്? ആരാടാ നിന്നെ തല്ലിയേ? പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്താനുള്ള ഭരണപക്ഷത്തിന്റെ ശ്രമമാണിത്. തൽക്കാലം ഈ രക്തസാക്ഷിയെ എവിടെയെങ്കിലും കൊണ്ടുപോയെന്ന് കിടത്തി എണ്ണയും കുഴമ്പൊക്കെ ഇട്ട് ഒന്ന് ചൂട് പിടിച്ചു കൊടുക്ക. വാ രമേശ് ചേട്ടാ, വാ. നീ മാറി നിൽക്ക് അങ്ങോട്ട്. അയ്യോ, എണീക്ക്. കേറ്. ആശുപത്രിയിലെങ്ങാനും പോണോ രമേശ? വേണ്ടിവരും, എണ്ണത്തോണി തന്നെ വേണ്ടിവരും. തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. സൂക്ഷിച്ചു നടക്ക്. വേണ്ടതിലും വേണ്ടാത്തതിലും എല്ലാം കയറി ഇടപെടും. ശത്രുക്കളുണ്ട് അതിന്റെ. പരമേശ്വര, ഞാൻ ഈ കപ്പയൊന്ന് വെട്ടിയിട്ട് കൊടുത്തിട്ട് ഇപ്പൊ വരാം. ചാരു, വാ മോളെ. മുത്തശ്ശിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമായിരുന്നോ? ഒന്നും വേണ്ട മോളെ, വേണമെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഞാൻ പിടിക്കണോ? കുഴപ്പമില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ആശം. അവസാന ദിവസം എന്തായാലും ഒരു കഥകളി വെക്കണം ബാല. ഞാൻ അവിട്ടത്തൂർ അമ്പലത്തിലാ അവസാനമായിട്ട് കഥകളി കണ്ടത്. സീതാ സ്വയംവരം. ഓ, കലാമണ്ഡലം ഗോപിയാശന്റെ ശ്രീരാമൻ. എന്റെ അമ്മോ, എന്തായിരുന്നു ഒരു പ്രകടനം! എങ്കിൽ പിന്നെ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല, അതേ സമിതിയിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്താലോ? നമുക്ക് നോക്കാം. എന്തായാലും ഒന്നിനൊരു കുറവ് വരാൻ പാടില്ല. പരമേശ്വരനോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. എന്താണ് കൂട്ടുകാർ രണ്ടുപേരും കൂടി രാത്രി ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയൊന്നുമില്ല പരമേശ്വര, നിനക്കും കൂടാ. നമ്മുടെ അമ്പലത്തിലെ അവസാന ദിവസത്തെ പരിപാടി എന്തായിരിക്കും എന്നതിനെ കുറിച്ച് സംസാരിക്കായിരുന്നു ഞാൻ. ഓ, നല്ല തണുപ്പുണ്ട്. ഒരു കട്ടൻ ചായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സംഗതി ഉഷാറായനെ. കട്ടൻ ചായ ഉണ്ടല്ലോ. ഗോവിന്ദമ്മയും ബാലമ്മയും ഇവിടെ ഇരിക്കുന്ന കണ്ടപ്പോ ഞാൻ കട്ടൻ ചായക്ക് വെള്ളം വെച്ചു. അപ്പോഴാ പരമേശ്വരൻ അങ്കിൾ ഇറങ്ങി വരുന്ന കണ്ട. എന്തായാലും ഈ ചർച്ചയിൽ ചേരുന്നറിയാവുന്നതുകൊണ്ട് കട്ടൻ ചായ 3 ആക്കി. ഇങ്ങനൊരു ഐഡിയ ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നല്ല ഒന്നാന്തരം വെണ്ണപ്പുഴുക്കം കപ്പ ഉണ്ടായിരുന്നു. അതും മുളക് ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയേനെ. അതിപ്പം നാളെ ആകാലോ അല്ലേ ബാല? ഇവരോട് അതൊന്നും പറഞ്ഞു ചെയ്യിക്കേണ്ട കാര്യമല്ലേ പരമേശ്വര, അറിഞ്ഞു ചെയ്തോളും. അതാ എന്റെ ചാരു. പുകഴ്ത്തല് കഴിഞ്ഞെങ്കിലേ ഞാനെന്നങ്ങോട്ട് പൊക്കോട്ടെ. ആയിക്കോട്ടെ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ശരി. സത്യത്തില് എനിക്ക് നിന്നോട് അസൂയ തോന്നുക ബാല. വലിയ ഭാഗ്യവാനാ നീ. ഒരു മോളുണ്ടായിരുന്നത് വിവാഹം കഴിഞ്ഞു. എന്നാ പോലും അവളും മരുമോനും നിന്റെ കൂടെ തന്നെയുണ്ട്. ദേ, ഇതുപോലൊരു മിടുക്കിയാണ് നിന്റെ ഇളയ മോന് ഭാര്യയായിട്ട് കിട്ടിയത്. പിന്നെ മൂത്ത മകന്റെ കാര്യം, അവന് ജോലിയൊന്നും ഇല്ലെങ്കിൽ എന്താ, അവനെ പോലെ ഒരാളുടെ ഭാര്യയായി അടങ്ങി ഒതുങ്ങി ഈ വീട്ടിൽ കഴിയാൻ ഒരു ചീഫ് എഞ്ചിനീയറായ ആ കുട്ടി മനസ്സ് കാണിക്കുന്നില്ലേ? അതൊരു വലിയ കാര്യല്ലേ, ഭാഗ്യമല്ലേ? ഇന്ന് ഏത് കുടുംബത്തിലാ ഇങ്ങനെയൊക്കെ ഒരു സന്തോഷമുള്ളത്? ഡോക്ടറോടും വക്കീലന്മാരോടും കള്ളം പറയാൻ പാടില്ലെന്ന് പഴമക്കാര് പറയും. അക്കൂട്ടത്തിൽ ഞാനായിട്ട് എഴുതി ചേർത്ത ഒന്നുകൂടിയുണ്ട്: ആത്മാർത്ഥ സുഹൃത്തുക്കളോടും കള്ളം പറയരുത്. ഈ ഗോവിന്ദനോട് പരമേശ്വരനൊന്ന് ചോദിച്ചു നോക്കണം. ജീവിതത്തില്
ഞാൻ ചെയ്തിട്ടുള്ള നല്ലതും മോശവുമായ എല്ലാ കാര്യങ്ങളും ഗോവിന്ദൻ അറിയാം. പരമേശ്വരനോടും ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഇനിയും അങ്ങനെ തന്നെയാവും. എന്താ ബാല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടോന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പരമേശ്വരൻ അറിയോ, സത്യത്തിൽ എന്റെ ചാരുമോളെ കെട്ടാനിരുന്നത് ആകാശായിരുന്നില്ല, മൂത്ത മകൻ അരവിന്ദായിരുന്നു. വിവാഹമൊക്കെ ഉറപ്പിച്ചു, തീയതിയും എത്തി.